സമയത്ത് 100 പോലും എടുക്കാനില്ലാത്ത സമയത്ത് മോന്റെ ഇതൊക്കെ നോക്കുന്ന ഫ്ലവേഴ്സാന്ന് പറയുന്നത് എനിക്ക് ഇതൊന്നും അറിയില്ല. അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പൈസ കുറച്ച് സ്വരൂപിച്ച് ഉണ്ടാക്കിയപ്പോ നമ്മൾ ഇരിക്കുന്നത് സോഷ്യൽ മീഡിയയിലാണ് പരസ്യമായിട്ട്. അപ്പോ ജനങ്ങൾ ചോദിക്കുന്നതിന് കുറച്ചെങ്കിലും മറുപടി കൊടുക്കണം. ഈ ജനങ്ങളെ കാണിക്കാനാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത്. അല്ലെ പിന്നെ വെറുതെ എവിടെയെങ്കിലും പോയി വിളിച്ചിട്ട് ഷൂട്ട് ചെയ്ത് പൈസ കിട്ടുമോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഫാമിലിയും കൂടെ അറ്റാച്ച് ചെയ്യണമായിരുന്നു. മക്കളെയും കൊണ്ടുവന്ന് സംസാരിക്കുമോ, അവർക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ, അയ്യോ അമ്മ എന്താ ഇങ്ങനെ നടക്കണേ എന്നുള്ള ചോദ്യം ചെയ്യാത്ത രീതിയിൽ ഡ്രസ്സിങ്ങിലും കാര്യങ്ങളിലും കുറച്ച് ശ്രദ്ധിക്കണം. ഞാൻ അവരെ കുറ്റം പറഞ്ഞതല്ല, കുറ്റമല്ല. പക്ഷെ ഞാനൊന്ന് പറഞ്ഞു ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഈ മക്കളോട്, ഈ വളർന്നു വന്ന മോനോട് അവന്റെ കൂട്ടുകാരന്മാരൊക്കെ ചോദിക്കുന്നുണ്ടാവും. പക്ഷെ ഇപ്പൊ പുള്ളിക്കാരി സബ്സ്ക്രിപ്ഷൻ തന്നെ തുടങ്ങിയപ്പോ ഈ ഫസ്റ്റ് ഡേ തന്നെ ഒരുപാട് പേരാണ് പുള്ളിക്കാരി സബ്സ്ക്രിപ്ഷൻ കിട്ടിയത്. ഇവിടെ കാണിക്കുന്നതല്ല അതിനകത്ത് വേറെ കാണിക്കുന്നത്. അപ്പൊ ആൾക്കാരെ അത് കയറി നോക്കാൻ വേണ്ടി നമ്മളൊരു സബ്സ്ക്രിപ്ഷൻ ഇട്ട് കഴിഞ്ഞാൽ നമ്മള് ഇപ്പൊ ഒരു നോർമൽ ഒരു ആക്ട്രസ് ആയിക്കോട്ടെ, പക്ഷെ കുറച്ച് ഫീൽഡ് ഔട്ട് ആയിട്ട് നിൽക്കുന്ന ഒരാള് ഒരു സബ്സ്ക്രിപ്ഷൻ ഇട്ടാൽ പോലും എന്ത് കണ്ടന്റ് ഇട്ടാലും അത് കയറി നോക്കിയാലല്ല കണ്ടന്റ് ഉണ്ട് എന്ന് നമുക്ക് അറിയും. പക്ഷെ പുള്ളിക്കാരിയുടെ ആ ഒരുപാട് കഷ്ടപ്പെട്ടാണ് മുന്നോട്ട് വന്നത്. കഷ്ടപ്പെട്ടിട്ട് അന്ന് ഇതിനേക്കാളും ലെവൽ ഇപ്പൊ പൊസിഷൻ ആയോ? അതെ അതെ. 100 രൂപ ആരെയും കൈ നീട്ടണ്ടല്ലോ, വേണ്ടല്ലോ. മക്കളുണ്ടല്ലോ, 2 ആൺപിള്ളേര്. മക്കൾക്ക് ബുദ്ധി. ഇപ്പൊ ഞാൻ പറയട്ടെ, ഞാൻ ഇത് തുടങ്ങി, ഞാനിപ്പോ ഇരിക്കുന്ന പോലല്ല, ഞാൻ കുറച്ച് മാറി ഒന്ന് അപ്പുറത്തോട്ട് പോയി നോക്കിയേ, എനിക്ക് ഇഷ്ടംപോലെ സാമ്പത്തിക ഇപ്പുറത്ത് വന്നുകൊണ്ടേ ഇരിക്കും അല്ലേ? ഞാൻ എന്താ ചെയ്യാത്ത? എന്റെ മോന് ഇപ്പൊ 18 വയസ്സ് കഴിഞ്ഞു. എന്റെ മോൻ വളർന്നു വരുന്നു. ഞാൻ ഒരു അമ്മയാണ്. അപ്പൊ ആ ഒരു ചിന്ത എന്നും എല്ലാവരുടെയും മനസ്സിലും വേണം. ഞാനിപ്പോ രേണു അങ്ങനെ കാണിച്ചിട്ട് കാശുണ്ടാക്കി. കണ്ടല്ലോ, ഈ പ്രിയങ്ക ചേച്ചി കുറച്ച് നാൾ മുന്നേ, കുറച്ച് ദിവസങ്ങൾക്ക് മുന്നെയാണ് അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിട്ടുള്ളത്. ഏതോ ഒരു ഇൻ്റർവ്യൂവിൽ കുറച്ച് ആൾക്കാർ ഇങ്ങനെ ചോദിച്ചപ്പോഴത്തേക്ക് ചേച്ചി അവരെ സപ്പോർട്ട് ചെയ്തിട്ടാണ് സംസാരിച്ചത്. ആ ചേച്ചി ഇത്ര പെട്ടെന്ന് തിരിഞ്ഞ് സംസാരിക്കണമെങ്കിൽ ആരുടെ ഭാഗത്താണ് കുറ്റം? ഇപ്പം ഇതിനും പ്രിയങ്ക ചേച്ചിയുടെ മണ്ടയ്ക്കോട്ട് കുതിര കയറാൻ വരണ്ട. കാരണം കുറച്ച് നാൾ മുന്നേ വരെയും അവരെ സപ്പോർട്ട് ചെയ്ത് സംസാരിച്ച സ്ത്രീയാണ്. പക്ഷെ വളരെ പെട്ടെന്ന് അവരിപ്പം ഇങ്ങനെ പറയണം എന്നുണ്ടെങ്കിൽ എന്താണ് അതിന് കാരണം? പ്രിയങ്ക ചേച്ചി പറഞ്ഞത് കേട്ടോ നിങ്ങൾ? നാളെ ഒരു സമയത്ത് എൻ്റെ മകൻ വളർന്നു വരുമ്പോൾ അവന് നാണക്കേടാവരുത്, അവൻ ചോദിക്കരുത് എന്താ ഇങ്ങനെയെന്ന്. ഇപ്പം സ്ത്രീകൾക്ക് എല്ലാവർക്കും പറ്റും ഈ സബ്സ്ക്രിപ്ഷൻ എടുക്കാനും അതിനകത്ത് ഇതുപോലെ ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിച്ച് ലക്ഷങ്ങളും കോടികളും ഉണ്ടാക്കാനായിട്ട്. പക്ഷെ അതിന് എല്ലാ സ്ത്രീകൾക്കും പറ്റത്തില്ല. ഇതുപോലെ കുടുംബം, മക്കള്, അഭിമാനം എന്നൊക്കെ ചിന്തിക്കുന്നവർക്ക് പറ്റത്തില്ല. ഈ സബ്സ്ക്രിപ്ഷൻ എടുക്കാതെ തന്നെ അത്യാവശ്യം നല്ല വരുമാനം അവർക്കുണ്ട്, ഇല്ലാത്തവരൊന്നുമല്ല. ഫ്രീ ആയിട്ട് വീട് കിട്ടി, സ്ഥലം കിട്ടി, പിന്നെ ആകെപ്പാട് അത്രയും പേർക്ക് ജീവിച്ചാൽ പോരെ? നിമിഷ ബിജോ പറഞ്ഞ പോലെ കാണാൻ ആളുണ്ടെങ്കിൽ കാണിച്ച് ജീവിക്കാൻ താല്പര്യമുള്ളവർ കാണിച്ച് തന്നെ ജീവിക്കും.